വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസിൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബന്ദികളുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. ബന്ദികളെ കൈമാറാനും ആക്രമണം അവസാനിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ആവശ്യപ്പെട്ടു. 3 വനിതാ ബന്ദികളെയാണ് കഴിഞ്ഞ ദിവസം കരാറിന്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ചത്. സമ്മാനപ്പൊതികൾ നൽകിയാണ് 3 പേരെ ഹമാസ് യാത്രയാക്കിയത്. മാനസികവും ശാരീരികവുമായി മികച്ച സ്ഥിതിയിലാണ് ഹമാസ് വിട്ടയച്ച 3 ബന്ദികളും. എന്നാൽ ഇവർക്ക് പകരമായി ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിതരായ 90 പലസ്തീൻ തടവുകാർക്ക് പറയാനുള്ളത് വേദനാജനകമായ അനുഭവങ്ങളാണ്. ജയിലിനുള്ളിൽ കടുത്ത പീഡനങ്ങൾക്ക് വിധേയരായതായി ഒട്ടുമിക്ക തടവുകാരും വെളിപ്പെടുത്തി. ശനിയാഴ്ചയാണ് അടുത്ത ബന്ദിമോചനവും തടവുകാരുടെ കൈമാറ്റവും നടക്കേണ്ടത്. കരാർ പ്രകാരം കൈമാറ്റത്തിന് ഒരുക്കമാണെന്ന് ഹമാസും ഇസ്രായേലും അറിയിച്ചു. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഗാസയിലേക്കുള്ള സഹായ പ്രവാഹം ശക്തമായി. നിത്യവും 600-ലേറെ ട്രക്കുകളാണ് ഗാസയിലേക്ക് എത്തുന്നത്. അതേസമയം തകർന്ന ഗാസയിൽ നിന്ന് ഹൃദയഭേദക ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. 100 കണക്കിന് മൃതദേഹങ്ങളാണ് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തത്. റഫേൽ നിന്ന് മാത്രം 137 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഇസ്രായേൽ മോചിപ്പിച്ച 90 പലസ്തീൻ തടവുകാർക്ക് വെസ്റ്റ് ബാങ്കിലെ റാമലയിൽ വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത്. സ്ഥലത്ത് ആഹ്ലാദ പ്രകടനങ്ങൾ അനുവദിക്കില്ലെന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് ഇവരെ സ്വീകരിക്കാനെത്തിയത്. 3 ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ 90 തടവുകാരെ മോചിപ്പിച്ചത്. തിങ്കളാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 1 മണിയോടെയാണ് 90 പലസ്തീൻ തടവുകാരെ വഹിച്ചുകൊണ്ട് റെഡ് ക്രോസ് ബസ്സുകൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമലയിൽ എത്തിയത്. ഫലസ്തീൻ പതാകകൾ വീശി മണിക്കൂറുകളോളം തണുപ്പിൽ ഉറ്റവരെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾ കാത്തുനിന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും ജെറുസലേമിൽ നിന്നുള്ള 69 സ്ത്രീകളും 12 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കൗമാരക്കാരും വിട്ടയച്ചവരിലുണ്ട്. 2024 മാർച്ചിൽ ഇസ്രായേൽ തടവിലാക്കപ്പെട്ട പലസ്തീൻ പത്രപ്രവർത്തക ബുഷ്ര അൽ തവീൽ തിങ്കളാഴ്ച മോചിപ്പിച്ച തടവുകാരിൽ ഉൾപ്പെടുന്നുണ്ട്. വെടിനിർത്തൽ കരാറിൽ ഹമാസ് മോചിപ്പിച്ച 3 സ്ത്രീകൾ ടെൽ-അവീവിൽ തിരിച്ചെത്തുകയായിരുന്നു. കൂടുതൽ ചികിത്സയ്ക്കായി ടെൽ-അവീവിനടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് സ്ത്രീകളെ പ്രാഥമിക മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നു. ഹമാസ് വിട്ടയച്ച ഡോറോൺ സ്റ്റൈൻബ്രൗച്ചർ, എമിലി ഡമാരി, റോമി ഗൊനെയ്ൻ എന്നിവരാണ് ഇസ്രായേലിലെത്തിയത്. ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയ യുവതികളെ ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 9:30ഓടെയാണ് ഇസ്രായേൽ അതിർത്തിയിലേക്ക് എത്തിച്ചത്. വെടിനിർത്തൽ വൈകുന്നതിനിടയിൽ ഉണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് 8 പേർ കൊല്ലപ്പെടുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങൾക്കിടയിലും വെടിനിർത്തൽ പ്രഖ്യാപനം സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് വഴിമാറുകയായിരുന്നു. തെക്കൻ നഗരമായ ഖാൻ യൂനിസിൽ ജനക്കൂട്ടം തെരുവുകളിൽ ഒത്തുകൂടി. ജനക്കൂട്ടം നൃത്തം ചെയ്യുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. 100 കണക്കിന് ആളുകൾ താളമേളങ്ങളോടെ ഫലസ്തീൻ പതാകകൾ വീശിയും മുദ്രാവാക്യം വിളികളുമായി ഒത്തുകൂടി. ഗാസയുടെ തെക്കേയറ്റത്തുള്ള നഗരമായ റഫേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ആളുകൾ കൂട്ടത്തോടെ മടങ്ങാൻ തുടങ്ങി. ആക്രമണത്തിൽ തകർന്ന കോൺക്രീറ്റ് കൂമ്പാരങ്ങൾക്ക് മുന്നിൽ പലരും വിതുമുന്നതും കാണാമായിരുന്നു. തകർന്ന കെട്ടിടങ്ങളുടെ അസ്ഥികൂടങ്ങളാണ് എങ്ങും കാണാനാകുന്നത്. വെള്ളിയാഴ്ച 6 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രായേലിന്റെ പൂർണ്ണ മന്ത്രിസഭ ഹമാസുമായുള്ള കരാറിന് അന്തിമ അംഗീകാരം നൽകിയത്. നേരത്തെ സുരക്ഷാ ക്യാബിനറ്റും അനുമതി നൽകിയിരുന്നു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് പിന്നാലെ നെതന്യാഹു സർക്കാരിലെ സഖ്യകക്ഷിയായ ഓട്സ്മ യഹൂദിച്ച് പാർട്ടി ഭരണസഖ്യം വിട്ടു. നെതന്യാഹു മന്ത്രിസഭയിൽ നിന്ന് ഇവരുടെ 3 മന്ത്രിമാർ രാജിവെച്ചു. 3 ഘട്ടമായി വിഭാവനം ചെയ്യുന്ന കരാറിന്റെ അന്ത്യഘട്ടം 42 ദിവസമാണ്. ഈ കാലയളവിൽ 33 ബന്ദികളെ ഹമാസ് വിട്ടേക്കും. പകരം 2000 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. ഇസ്രായേലിലെ തടവിലുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ആദ്യഘട്ടത്തിൽ വിട്ടേക്കും. അടിയന്തര സഹായവുമായി 4000 ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കാനായി തയ്യാറായിട്ടുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ UNRWA അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.